ഹലോ ഗൈസ്, നമസ്കാരം. ഇന്നലെ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം എന്താ വിചാരിച്ചാൽ, നമ്മളെ കേരളത്തിൽ വന്നിട്ട് 20 വർഷത്തോടെ ആവാനായി. എന്നിട്ട് നമ്മളെ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ? ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളും ഇവിടെ ആൾക്കാരെങ്ങനെ സ്നേഹമുള്ള ആൾക്കാരാണോ, ഇവിടുത്തെ ഭക്ഷണം എങ്ങനെ, ഇവിടെ ഫംഗ്ഷനും കാര്യങ്ങളും എങ്ങനെ, ഇവിടുത്തെ കൾച്ചർ എങ്ങനെ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയാതെ ഇരുന്നാൽ മോശമാണ്. ഞാനായാലും നിങ്ങളായാലും ആരായാലും നമ്മൾ എവിടും പോയാലും ഏത് പ്ലേസിൽ നമ്മൾ ടൂർ പോയാൽ എന്താ ചെയ്യും? ഒരു 2 ദിവസം 3 ദിവസമായിട്ട് പോയി വന്നാൽ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് അവിടുത്തെ ഉള്ള കാര്യങ്ങളും അവിടുത്തെ നമ്മളെ കണ്ട അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിൽ വന്നിട്ട് എന്താ ഷെയർ ചെയ്യും. അത് അങ്ങനെ ആയിരുന്നോ, അത് അങ്ങനെ ഭംഗിയായിരുന്നോ, നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ 20 വർഷത്തോട് കേരളത്തിൽ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് എന്റെ എക്സ്പീരിയൻസ് പറയാൻ പോകുന്നത്. ഞങ്ങൾ കേരളത്തിൽ വന്നത് ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ വന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടായിരുന്നു. അവരുടെ കേരളത്തെ ആൾ തന്നെയാണ്. പിന്നെ നമ്മളെ പോലെ നമ്മളെ കർണാടക സ്റ്റേറ്റ് അവിടെ പോയിട്ട് അവിടെ ജോലിയൊക്കെ ചെയ്തിരുന്നു. അവിടെ കുറച്ചു കാലം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് എന്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് കേരളത്തിൽ വരേണ്ട പ്ലാനിങ് തന്നത്. പ്ലാനാണ് അവർ പറഞ്ഞത്. ഇങ്ങനാണ് കേരളത്തിലാണ് നമ്മൾ അവിടെ ഉണ്ട്. പിന്നെ അവിടുത്തെ ജോലിയും കാര്യങ്ങളും എങ്ങനെ ചോദിച്ചു എന്റെ ഹസ്ബൻഡ് അറിഞ്ഞു. അവർ പറഞ്ഞു അവിടെ ജോലിയും കാര്യങ്ങളും എല്ലാം കുഴപ്പമില്ല, നിങ്ങളെ ജോലി എടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ജോലിയൊക്കെ ഉണ്ട്, നിങ്ങൾ വന്നിട്ട് നോക്കി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനൊക്കെ പറഞ്ഞു. അപ്പം ഹസ്ബൻഡിന് അപ്പോൾ അവർ പറഞ്ഞത് മനസ്സിലാക്കി ആയിക്കോട്ടെ പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് നമ്മളെ ഇവിടെ വന്നിട്ട് ഹസ്ബൻഡ് എന്താ പറയുക, കുറച്ചു കാലം ഇങ്ങനെ പണിക്ക് പോകുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഹസ്ബൻഡിന്. അന്ന് നമ്മളെ വന്ന ഉടനെ ഞങ്ങളെ കയ്യിൽ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലേനു. ബസ് കയറിയിട്ടാണ് പണിക്ക് പോകുന്നത്. ബുദ്ധിമുട്ടായിരുന്നു. അവർ മറമുറിക്കാനുള്ള ജോലിയല്ലേ. അപ്പോൾ ഈ വാളും മളും ഇങ്ങനത്തെ പനിക്കുള്ള സാധനമൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, ബസ് കയറിയിട്ട് ജോലിക്കൊക്കെ പോകുന്നത്. അപ്പം ആയാലും ആളിങ്ങനെ പോവും, ആൾക്കാരിവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ടും ആൾക്കാർ അവരൊപ്പം ഇങ്ങനെ ജോലിക്ക് പോവും. ജോലിയൊക്കെ ഇങ്ങനെ ഒരു പോലെ ഒരു സെറ്റാവാൻ തുടങ്ങി. പക്ഷേ എനിക്കുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയാം. ആളിങ്ങനെ എന്നെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ഞാൻ ഒരു ആളായി ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഫാമിലിയും കൂട്ടുകാരും ആരും എനിക്ക് ഇല്ലല്ലോ. ഇവിടെ ഒരു ആളും എനിക്ക് പരിചയമില്ല, ഒന്നുമില്ല. പക്ഷേ ആ കുറവ് ഇവിടെ എനിക്ക് കണ്ടിട്ടില്ല. ഇവിടെ വന്ന ശേഷം നമ്മളെ ക്വാർട്ടേഴ്സിൽ അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. നമ്മളെ ക്വാർട്ടേഴ്സിൽ ആക്കിയത് ആ കാക്കാന് അവരവിടെ താമസിച്ചിരുന്നു ആദ്യം. അപ്പോൾ ആ റൂമിൽ തന്നെ അവർ നമ്മളെ ആക്കിയിട്ട് അവർ തറവാട്ടിക്ക് പോയി. പിന്നെ അങ്ങനെ നമുക്ക് റൂമൊക്കെ ശരിയായി, ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷേ ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ കുറച്ച് ഇടങ്ങാറായി. കാരണം ആ ഭാഷ അറിയില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, അവരോട് എന്താ ചോദിക്കാനും അതറിയില്ല. പിന്നെ ഒന്നും അറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനും അറിയുന്നില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ടെൻഷനാവും. കാരണം ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ, ആളില്ല, നമ്മളെ ഫാമിലി ആരും ഇല്ല. എന്നിട്ട് ഭയങ്കര സങ്കടമാവും കേട്ടോ എനിക്ക്. ഞാൻ ഒറ്റയ്ക്ക് ആള് പോകുമ്പോൾ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ ജീവിക്കും, എന്താ ചെയ്യും, ശരിക്കും ഭക്ഷണം ഉണ്ടാക്കാനോ അറിയില്ല. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് കൊണ്ടുവരാനും ആളും ഇല്ല. പിന്നെ ആരോട് ഞാൻ എന്താ പറഞ്ഞിട്ടെന്ന് ചോദിക്കുക, സാധനത്തിന്റെ പേരറിയണ്ടേ, അതുകൂടി അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. മലയാളം പറഞ്ഞ ഇത്തിരി പോലെ കൂടി അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരു വെള്ളം പറഞ്ഞ എന്താ, ഒരു ചോറ് പറഞ്ഞ എന്താ, ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളെ അടുത്തുള്ള കുട്ടികൾ, കുറച്ച് അപ്പുറത്തിപ്പുറത്തുള്ള കുട്ടികൾ വരും, സ്കൂളിൽ പോകാനുള്ള കുട്ടികളായിരുന്നു നമ്മളെ ക്വാർട്ടേഴ്സിൽ. അവർ വന്നിട്ട് ചേച്ചി പിന്നെ അത് എന്താ പറയുക, വെള്ളം പറഞ്ഞാൽ അതാണ് വാട്ടറാണ്, പിന്നെ ചോറ് പറഞ്ഞാൽ അങ്ങനെ ഫുഡാണ്, അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ എഴുതി വെച്ചിട്ട് എൻ്റെ ഡയറിയിൽ ഞാൻ മലയാളം പിന്നെ കന്നഡ രണ്ടും എഴുതി വെച്ചിട്ടുണ്ട് ഇതുവരെ. പിന്നെ അങ്ങനെ എഴുതി വെച്ചിട്ട് കുറേ പഠിക്കും. ഇങ്ങനെ കുറച്ച് മെല്ലെ ഇങ്ങനെ പഠിച്ചു വന്നു. അടുത്തുള്ള ആൾക്കാർ നല്ലത് ആൾക്കാരായിട്ട് കുറേ ഞാൻ മനസ്സിലാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ നാട്ടിക്കൊക്കെ ടെൻഷനായിട്ട് ഒരു 2-3 പ്രാവശ്യം പോയി. അതിൻ്റെ ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ കുറേ ശരിയായി. ആൾക്കാരിങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി, എന്നെ മനസ്സിലാക്കി, ഞാനും കുറേ മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആവാൻ തുടങ്ങി. ഇതാണ് പറയുന്നത്. നമ്മൾ അന്യൊരു നാട്ടിൽ പോകുമ്പോൾ നമുക്ക് എവിടും പോയാലും നമുക്ക് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ എന്താ പറയാലോ, ഒന്നാമത്തെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിലോ ഇരിക്കാൻ പാടില്ല. നമ്മളെ പുറത്ത് ഇറങ്ങി വരണം. പുറത്ത് ഇറങ്ങിയിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം. കുറച്ച് നേരം നമ്മൾ അവർ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാൻ ട്രൈ ചെയ്യണം. പറയാനുള്ള ഉദ്ദേശമാണ് എൻ്റെത്. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക്. അങ്ങനെ ആയാലും നമുക്ക് എന്താവും, കുറേ പഠിച്ച് കിട്ടും. പിന്നെ എന്താ കാര്യങ്ങൾ അറിയും ചെയ്യും. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എന്താ പറയുക ഒരു പ്ലാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഭാഷ പഠിച്ച് വരികയാണെങ്കിൽ അത്ര ഒരു ഈസി ആയിട്ടൊന്നുമല്ല. കുറേ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരും കണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക നിങ്ങളെ മുന്നിൽ ഇന്ന് സംസാരിക്കാൻ എനിക്കൊരു എന്താ പറയുക ഒരു റൂട്ടായി നിന്നതുണ്ട്. എൻ്റെ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ എൻ്റെ അവിടെ എന്താ പറയുക കോട്ടേജിലുള്ള ജീവിതമായിരുന്നു. പിന്നെ ഇതിൻ്റെ ശേഷമുള്ള കുറേ കഥാപാത്രങ്ങളും ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. എന്താ പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ കഥാപാത്രം പറയാട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. എങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ഇതിൽ ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട്. ഞാൻ എക്സ്പീരിയൻസ് കുറേ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. ഇന്നത്തെ ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ചൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യണം. പിന്നെ എന്താ പറയുക ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടി വരുള്ളൂ പറയാനൊക്കെ. അങ്ങനെ കുറേ ഞാൻ അതേ പറഞ്ഞു എല്ലാവർക്കും അറിയാനല്ലോ ഇത് എങ്ങനെ ഒരു അന്യ നാട്ടിൽ നിന്ന് ഒരു ആൾ വന്നിട്ട് ഇവിടെ ജീവിക്കണം പറഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ അതിനായിട്ടുള്ള എത്ര ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ മനസ്സിലാക്കി കഴിയുമ്പോൾ എത്ര സന്തോഷമുണ്ട് പറയാനുള്ളത് എല്ലാവരും അറിയണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.